2024 ഡിസംബർ 23 കോട്ടയം അതിരമ്പുഴ കോട്ടമുറി സ്വദേശി ജെയിൻ മാത്യു എന്ന ജൈനമ്മ പാലായിലെ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനം കൂടാൻ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ജൈനമ്മ വീട്ടിലേക്ക് തിരിച്ചെത്തിയതേയില്ല. ജൈനമ്മയെ കാണാതായതോടെ സഹോദരനും ഭർത്താവും ചേർന്ന് കോട്ടയം ക്രൈംബ്രാഞ്ചിൽ ഒരു മാൻ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ജൈനമ്മയുടെ ഫോൺ സിഗ്നൽ പിന്തുടർന്ന് പോലീസ് ആ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ കണ്ടെത്തുന്നു. 3 ഏക്കറോളം വരുന്ന പറമ്പിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീട്ടിലേക്കാണ് ജൈനമ്മയുടെ ഫോൺ സിഗ്നൽ പിന്തുടർന്നെത്തിയ പോലീസ് എത്തിച്ചേരുന്നത്. ആലപ്പുഴ ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ചങ്ങത്ര സ്വദേശി സെബാസ്റ്റ്യന്റെ വീടായിരുന്നു അത്. പക്ഷേ ആ വീട്ടിലേക്ക് തെളിവ് തേടി പോലീസ് എത്തുന്നത് ഇത് ആദ്യമായിരുന്നില്ല. 2018 കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും പോലീസ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ അന്വേഷിച്ചെത്തിയിരുന്നു. അന്ന് മതിയായ തെളിവുകളുടെ അഭാവവും അന്വേഷണവുമായി സെബാസ്റ്റ്യന്റെ നിസ്സഹകരണവും അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിലേക്ക് പോലീസിനെ എത്തിച്ചു. പക്ഷേ 2024 പോലീസിന്റെ 2ാം വരവ് സെബാസ്റ്റ്യന് ചെറുക്കാനായില്ല. മതിയായ തെളിവുകളുമായി എത്തിയ പോലീസിന്റെ മുമ്പിൽ സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. ജൈനമ്മയെ താൻ കൊലപ്പെടുത്തിയെന്നും വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടു എന്നുമുള്ള സെബാസ്റ്റ്യന്റെ മൊഴി അടിസ്ഥാനമാക്കി മണ്ണ് മാന്തി പരിശോധിക്കുന്ന പോലീസിന് തലയോടുൾപ്പെടെ അസ്ഥിഭാഗങ്ങൾ കിട്ടുന്നു. ആ അസ്ഥികൾ ജൈനമ്മയുടേതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ DNA ടെസ്റ്റിന് അയച്ച പോലീസ് അന്വേഷണം അവിടെ നിർത്തുന്നില്ല. സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരം വിശദമായി പരിശോധിച്ച പോലീസ് നിഗൂഢമായ പലതും കണ്ടെത്തുന്നു. കാട് മൂടിക്കിടക്കുന്ന വീട്ടുപരിസരങ്ങളിൽ പലയിടങ്ങളിലായി കുളങ്ങളും ചതുപ്പുകളും കാണപ്പെട്ടു. വീട്ടിനകത്തെ പരിശോധനയിൽ തറയിൽ രക്തക്കറ കണ്ടതോടെ തറ പൊളിച്ച് പോലീസ് പരിശോധിച്ചതോടെ തറക്കടിയിൽ നിന്ന് വീണ്ടും അസ്ഥികൾ കണ്ടെത്തുന്നു. തലയോടും തുടയിലും കൂടെ ഒരു ക്ലിപ്പിട്ട പല്ലും കണ്ടെത്തുന്നു. പക്ഷേ പോലീസ് അന്വേഷിക്കുന്ന ജൈനമ്മക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയ പോലീസിന് മുന്നിൽ വലിയൊരു സംശയം ഉയർന്നു വന്നു. ഈ ക്ലിപ്പിട്ട പല്ലുൾപ്പെടെയുള്ള അസ്ഥികൾ പിന്നെ ആരുടേത്? ജൈനമ്മയെ കൂടാതെ മറ്റാരെയോ സെബാസ്റ്റ്യൻ ഇവിടെ കൊന്ന് കുഴിച്ചുമൂടിയെന്ന് മനസ്സിലാക്കിയ പോലീസ് മുൻപുണ്ടായിരുന്ന മാൻ മിസ്സിംഗ് കേസുകൾ വീണ്ടും പരിശോധിക്കുന്നു. പോലീസിന്റെ പരിശോധനയിൽ 2012 മെയ് 13 കാണാതായ ആയിഷയുടെ പേര് തെളിയുന്നു. ആയിഷയ്ക്ക് ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നു എന്നതാണ് കേസിൽ ആയിഷയെ ബന്ധിപ്പിക്കാനുള്ള പ്രധാന കാരണം. ആ അസ്ഥികളും ആയിഷയുടേതാണോ എന്നുറപ്പിക്കാൻ DNA ടെസ്റ്റിന് അയക്കുന്നു. ഇതോടെ 2 കൊലപാതകങ്ങളിലും സെബാസ്റ്റ്യന് നേരിട്ട് പങ്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് വീണ്ടും പരിശോധന തുടരുന്നു. 2012 മെയ് 13 ആയിഷയെ കാണാതാവുന്നത്. സെബാസ്റ്റ്യന്റെ വസ്തു കച്ചവടത്തിലെ സുഹൃത്തായിരുന്ന റോസമ്മയുടെ കൂട്ടുകാരിയായിരുന്നു 58-കാരിയായ ആയിഷ. ബന്ധുവിൽ നിന്ന് 3 സെന്റ് സ്ഥലം വാങ്ങി നൽകാമെന്ന് സെബാസ്റ്റ്യൻ ആയിഷയ്ക്ക് ഓഫർ നൽകിയിരുന്നുവെന്നും ഇതിനുള്ള പണവുമായി ബാങ്കിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ആയിഷയെ പിന്നീടാരും കണ്ടില്ലെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. 2006 കാണാതായ കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭന്റെയും 2020 ഒക്ടോബർ 19 കാണാതായ ചേർത്തല സ്വദേശി സിന്ധുവിന്റെയും തിരോധാനങ്ങൾക്ക് പിന്നിലും സെബാസ്റ്റ്യൻ തന്നെ ആയിരിക്കുമെന്ന് സംശയിക്കുന്ന പോലീസ് കൂടുതൽ തെളിവുകൾക്കായി സെബാസ്റ്റ്യന്റെ വീട് പരിസരം സൂക്ഷ്മമായി പരിശോധിച്ചു വരുന്നു. വിവാഹിതനും 11 വയസ്സുകാരുടെ അച്ഛനുമായ സെബാസ്റ്റ്യൻ കുടുംബവുമായി അകന്നു കഴിയുകയാണ്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ അമ്മാവൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന സെബാസ്റ്റ്യൻ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച് അവരുടെ പണവും സ്വത്തും സ്വർണവും കൈക്കലാക്കി അവരെ കൊലപ്പെടുത്തുക എന്ന രീതിയാണ് തുടരുന്നതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. 2006 മുതൽ ആ പരിസരങ്ങളിലെ തിരോധാനങ്ങളെല്ലാം വീണ്ടും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പലതിലും സെബാസ്റ്റ്യന്റെ പങ്കിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഇപ്പോഴേ തോന്നി തുടങ്ങിയ പോലീസ് ആ തിരോധാനങ്ങളുടെ ചുരുളയിക്കുന്നതോടെ മലയാളികളുടെ മനസ്സാക്ഷി നെട്ടിത്തരിച്ചേക്കാം. കണ്ടാൽ പച്ചപ്പാവമെന്ന് തോന്നിക്കുന്ന സീരിയൽ കില്ലർ സെബാസ്റ്റ്യന്റെ കൊടും ക്രൂരത കേട്ട് കേരളം വിറങ്ങലിച്ചേക്കാം.